മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞ ആ വിലപ്പെട്ട സത്യമാണ് നാം ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നത്. നാം ആരാണെന്നുള്ളതായ തിരിച്ചറിവോടുകൂടി നമുക്ക് ഓരോ ദിവസവും ജീവിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതായ സത്യം നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഏറ്റവും സുപരിതമായൊരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം ആ വാക്യത്തിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കുവാനിടയായിട്ട് തീർന്നത്. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ വളരെ സുപ്രധാനമായൊരു സത്യം ദൈവത്തിന്റെ ദാസൻ ഓർപ്പിക്കുന്നത് നാം ചിന്തിച്ച് വരികയായിരുന്നു. നാം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരപ്പെട്ട ആളുകളാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ള 4 പദവികൾ ആ വാക്യത്തിൽ നാം കാണുന്നുണ്ട്. അതാണ് നമ്മുടെ ചിന്താവിഷയമായിരുന്നത്. ഒന്നാമത്തെ പദവി പറയാമോ? 1 പത്രോസ് 2-ാം അധ്യായത്തിലെ 9-ാമത്തെ വാക്യത്തിൽ നാം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ ചിന്തിക്കാനിടയായിട്ട് തീർന്നിരുന്നു. 2-ാമത്തെ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. 2-ാമത്തേത് എന്താണ്? നാം രാജകീയ പുരോഹിതവർഗമാണ്. അപ്പോൾ ആ ബന്ധത്തിൽ പല സത്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കുകയുണ്ടായി. നമുക്ക് ലഭിച്ചിട്ടുള്ളതായ പൗരോഹിത്യ അവകാശത്തിന്റെ മഹത്വം നമുക്ക് അവിടെ ഓർക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ സമഗ്രമായൊരു വിശദീകരണത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചില്ല. അവിടെ പഴയ നിയമത്തിലെ പൗരോഹിത്യവും പുതിയ നിയമത്തിലുള്ള പൗരോഹിത്യവും തമ്മിലുള്ളതായ സാരമായൊരു വ്യത്യാസം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ ഭയത്തോടുകൂടി കൃപാസനത്തിങ്കലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളത് നമ്മൾ അവിടെ കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്തായിരുന്നു, എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത് പോലെ നമ്മുടെ മഹാപുരോഹിതൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് വാസ്തവമായ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതായ ആ വലിയ സത്യമാണ് നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നുകൊണ്ടിരുന്നത്. അതിലൊരു കാതലായ കാര്യം ഞാൻ പറഞ്ഞാണ് നിർത്തിയത്. പഴയമത്തിലെ മഹാപുരോഹിതൻ ഭയത്തോടെയാണ് യാഗാർപ്പണമൊക്കെ കഴിഞ്ഞ് കൃപാസനത്തിങ്കിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്ക് ഭയം കൂടാതെ അടുത്തു വരാനുള്ളതായ വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് നാം അവിടെ ചിന്തിക്കുകയായിരുന്നു. പഴയത്തിലെ മഹാപുരോഹിതൻ അർപ്പിച്ച യാഗങ്ങൾ മുഴുവൻ ദൈവത്തിന് പ്രസാദമായോ എന്നുള്ളത് അവന് തന്നെ വളരെ നിശ്ചയമില്ലാത്തതായൊരു കാര്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി നിർവഹിച്ചതായ ആ പ്രായശ്ചിത്ത ബലി അതിൽ തന്നെ ഏറ്റവും സ്വീകാര്യമാണ് എന്നുള്ളത് അതിന്റെ തെളിവുകൾ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതിന്റെ തെളിവുകളൊന്ന് പറയാമോ? അത് പറഞ്ഞാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാനവും സ്വർഗാരോഹണവും ഈ വലിയ സത്യത്തിന്റെ ഉറപ്പായിട്ടാണ് ഇരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമ്മൾ ഒടുവിലായിട്ട് പറഞ്ഞായിരുന്നു, ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാനവും സ്വർഗാരോഹണവും
ഒരു വലിയ സത്യത്തെ ഉറപ്പിക്കുകയായിരുന്നു. കർത്താവിന്റെ ജീവിതവും കർത്താവിന്റെ വാക്കുകളും കർത്താവിന്റെ പ്രായശ്ചിത്ത മരണവും സ്വർഗത്തിന് ഏറ്റവും പ്രസാദമായിരുന്നു എന്നുള്ളത് കർത്താവിന്റെ പുനരുത്ഥാനവും സ്വർഗാരോഹണവും തെളിയിക്കാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളതായ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്ക് കൃപാസനത്തിലേക്ക് എപ്പോഴും ചെല്ലാം എന്ന് മാത്രമല്ല, അവിടെ നമുക്കൊരു വലിയ വിജയത്തിന്റെ സ്ഥാനമായിരിക്കുന്നു എന്നുള്ളത് നാം കാണുകയാണ്. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം നമുക്കെല്ലാം അറിയാവുന്ന വാക്യമാണെങ്കിലും ഇവിടെ ഒന്ന് ചേർത്ത് വായിച്ചു പോകാം. 7-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. അതുകൊണ്ട് താത്മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവൻ പ്രാപ്തനാകും. ആ വാക്ക് എത്രയോ മനോഹരമായിട്ടുള്ളതായ വാക്കാണ്. താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്ന ഏവരെയും എങ്ങനെ രക്ഷിപ്പാൻ കർത്താവ് പ്രാപ്തനാണ്? പൂർണ്ണമായും രക്ഷിപ്പാൻ നമ്മുടെ കർത്താവ് പ്രാപ്തനാണ് എന്നുള്ളതായ ആ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്ക് എപ്പോഴും കൃപാസനത്തിലേക്ക് ചെല്ലാം. എബ്രായർ 4-16 വാക്യത്തിൽ നമ്മൾ ഓർത്തതുപോലെ തത്സമയത്ത് സഹായത്തുള്ള കൃപ നമുക്കവിടെ വാഗ്ദത്വം ചെയ്തിട്ടുണ്ട്. ആ കൃപ തത്സമയത്ത് പ്രാപിക്കുന്നവർക്ക് ഏത് പാപത്തിന്റെ മേലും വിജയം വരിച്ച് ജയാളികളായിട്ട് ജീവിക്കുവാൻ സാധിക്കും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. നമ്മുടെ മഹാപുരോഹിതൻ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് പുരോഹിതന്മാരായ നമുക്ക്, രാജകീയ പുരോഹിതവർഗമായിരിക്കുന്ന നമുക്ക് എപ്പോഴും കൃപാസനത്തിങ്കിലേക്ക് ചെല്ലാനുള്ളതായ വിലയേറിയ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതായ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് നാം രാജകീയ പുരോഹിതവർഗമാണെന്ന് മാത്രമല്ല, പിന്നെയോ നമുക്ക് ഈ ഭൂമിയിൽ പാപത്തിന്മേൽ വിജയം വരിച്ച് വിശുദ്ധരായി ജയാളികളായിട്ട് ജീവിക്കുവാൻ സാധിക്കും. ഞാൻ ഒടുവിലൊരു വാചകം അല്പം കടന്നു പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. നമുക്കറിയാം, ഇസ്രയേലിലെ പുരോഹിതന്റെ ജീവിതക്രമം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, അവൻ സൂക്ഷിക്കേണ്ടതായ നിയമങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ഒരു സാധാരണ യഹൂദനിൽ നിന്ന് എത്രയോ ഉന്നതമായ നിലവാരത്തിൽ അവൻ ജീവിക്കുവാൻ ഉദ്ദേശിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, നാം രാജകീയ പുരോഹിതവർഗം എന്ന നിലയിൽ ഈ പദവിയിലേക്ക് കൊണ്ടുവരപ്പെട്ടവരാണ് എന്നുള്ളത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തി ജീവിക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ വിഷയം ഞാൻ ഇങ്ങനെ പറയട്ടെ, വിശുദ്ധിയുടെ വെളിച്ചത്തിൽ പുരോഹിതന്മാരായ നമുക്ക് വിജയകരമായി ജീവിക്കാനുള്ളതായ ഉന്നതമായ സാധ്യതയിലേക്കാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. നാം അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടവരാണ് എന്നുള്ളത് അതിൽ തന്നെ എത്രയോ മഹത്തരമാണെന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഇവിടെ ഞാന് മറ്റൊരു പുതിയ സത്യം ഒന്ന് പറഞ്ഞു മാത്രം പോകാം എന്ന് കരുതുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്ക് നല്ല പരിചയമുള്ള വാക്യങ്ങളാണ്. കാരണം നമ്മൾ ആരാധനായോഗത്തിലൊക്കെ 19 മുതലുള്ള വാക്യങ്ങൾ സാധാരണ വായിക്കാറുള്ളതായ വാക്യങ്ങളാണ്. 19-ാമത്തെ വാക്യത്തില് ഒരു വലിയ ഉപദേശത്തിന്റെ വെളിപ്പെടുത്തലുണ്ട്. ഓർക്കുന്നുണ്ട്? അത് യേശു തന്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി. അപ്പോൾ
കൃപാസനത്തിങ്കലേക്ക് മഹാപുരോഹിതൻ കടക്കാൻ ആഗ്രഹിക്കുമ്പോഴും ആ തിരശീലയുടെ തടസ്സമാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ മരണത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായല്ലോ. ദൈവാലയത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി. അപ്പോ ഇവിടെ എബ്രായ ലേഖനകാരൻ ആ ഉപദേശ സത്യം വെളിപ്പെടുത്തുകയാണ്. യേശു തന്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് നമുക്ക് തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കേണ്ടതിനു വേണ്ടി എപ്പോഴും കൃപാസനത്തിങ്കൽ അടുത്ത് ചെല്ലുവാനുള്ള അവകാശം സ്വർഗത്തിലെ ദൈവം നൽകിയിട്ടുണ്ട്. ഞാൻ അവിടെ ചേർത്ത് പറയണമെന്ന് ആഗ്രഹിച്ചതായ കാര്യം, ഈ 19-ാമത്തെ വാക്യത്തിൽ ആ കാര്യം പറഞ്ഞ് വിശദീകരിച്ചു വന്നിട്ട് 10-ാം അധ്യായത്തിന് 24-ാമത്തെ വാക്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ സത്യം നമ്മൾ വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പുതിയ നിയമ സത്യം ഏതാണ് എന്നുള്ളത് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? നമ്മൾ സാധാരണ ഓർക്കുന്ന ഒരു കാര്യമാണ്. സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. അപ്പോൾ 19 വാക്യങ്ങളിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വിലയേറിയ പദവിയെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന പുരോഹിതന്മാരായിരിക്കുന്ന നമുക്ക് ലഭിച്ചിട്ടുള്ളതായ വലിയൊരു പദവിയെക്കുറിച്ച് വിശദീകരിച്ചു വന്നിട്ടാണ് ഇതിന്റെ പ്രായോഗികത എന്ന് പറയുന്നത്. വ്യക്തിപരമായിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൃപാസനത്തിൽ ചെല്ലാം, അത് വ്യക്തിപരമായ സാധ്യതയാണ്. പക്ഷെ 24-ാമത്തെ വാക്യം മുതൽ പറയുന്നത് നമുക്ക് സഭായോഗങ്ങളിൽ നമ്മുടെ കർത്താവിന്റെ അനുഗ്രഹീതമായ സാന്നിധ്യം ഈ ഭൂമിയിൽ ആസ്വദിക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഉപദേശ സത്യം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ സഭായോഗങ്ങൾ അതിൽ തന്നെ എത്രയോ പ്രധാനപ്പെട്ട സ്ഥാനമായിരിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം രാജകീയ പുരോഹിതവർഗം എന്ന നിലയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ വിലയേറിയ പദവിയുടെ പ്രായോഗികതയിൽ ജയാളികളായിട്ട് ജീവിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. ആ വേദഭാഗത്ത് സഭായോഗങ്ങളുടെ ആത്യന്തിക നന്മ എന്താണ് എന്നുള്ളത് നാം കാണുന്നുണ്ട്. ഞാൻ തന്നെ അതൊക്കെ പറഞ്ഞു പോകാം എന്ന് കരുതുന്നു. സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിക്കുന്നതിന് സഭായോഗങ്ങൾ മുഖാന്തരമായിട്ട് തീരും. അപ്പൊ ഇത് നമ്മുടെ വിഷയമായിട്ട് ഇതിന് ബന്ധമുണ്ട്. സ്നേഹം ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള ദൈവത്തിന്റെ സൽഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ സൽഗുണമാണ്. നമ്മൾ ഈ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞ പ്രസംഗത്തില് ഈ മറ്റുള്ള ആളുകൾ എന്ത് കാണണമെന്നാണ് കർത്താവ് പറഞ്ഞത്? നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗീയ പിതാവിന് മഹത്വം കൊടുക്കുമാറ് ജീവിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞിട്ട് തുടർന്ന് കർത്താവ് ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, സഭായോഗങ്ങൾ വിശ്വസ്തമായി പ്രയോജനപ്പെടുത്തുന്നവർക്ക് സ്നേഹത്തിനും സൽപ്രവൃത്തിക്കുമുള്ള ഉത്സാഹം വർദ്ധിക്കുവാൻ മുഖാന്തരമായിട്ട് തീരും. മാത്രമല്ലല്ലോ, സഭായോഗങ്ങളിൽ നാം തനിച്ച് കൃപാസനത്തിലേക്ക് ചെല്ലുകയല്ല, പിന്നെ നമ്മൾ സഭയായിട്ട് ഒരുമിച്ച് കൃപാസനത്തിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഒരു സിസ്റ്റം യഹൂദന്റെ ക്രമീകരണത്തിലില്ല.
മഹാപുരോഹിതൻ മാത്രമേ അങ്ങോട്ട് പ്രവേശിക്കുകയുള്ളൂ. പക്ഷെ നമ്മുടെ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരുമിച്ച് കൃപാസനത്തിങ്കലേക്ക് പ്രവേശിക്കാനുള്ള വലിയ സാധ്യത നൽകിയിരിക്കുകയാണ്. വിശദീകരണം കൂടാതെ നമുക്ക് അറിയാവുന്ന ഒരു സത്യം ഞാൻ ചേർത്ത് പറയുകയാണ്. നാം സഭായോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഐക്യതയോടെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഐക്യതയോടെയാണ് പ്രാർത്ഥിക്കേണ്ടത്. മത്തായി 18:19 ഓർക്കണ്ടോ? ഭൂമിയിൽ രണ്ടുപേർ ഐകമത്യപ്പെട്ട് ചോദിക്കുന്ന കാര്യം കർത്താവ് തരും എന്ന് വാഗ്ദത്വം നൽകിയിരിക്കുകയാണ്. ഈ ഭൂമിയിൽ ഐകമത്യപ്പെടുക എന്ന് പറയുന്നത് പ്രായോഗിക തലത്തിൽ വളരെ പ്രയാസമുള്ളതായൊരു കാര്യമാകാം. ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കും. രണ്ടുപേരുടെ കാര്യമാണല്ലോ കർത്താവ് അവിടെ പറയുന്നത്. രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുമ്പോൾ പിശാച് ഒരുപക്ഷെ അടുത്തയാളുടെ ചില കുറ്റങ്ങളോ കുറവുകളോ ഒക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാനുള്ളതായ സാധ്യതയുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഹൃദ്യത അവിടെ പോകും. എങ്ങനെ അതിനെ മറികടക്കാനായിട്ട് കഴിയും? ഉത്തരവത്തിന് കാത്തു നിൽക്കാനായിട്ട് പറ്റുകയില്ല. അതിനെ മറികടക്കാനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമാണം കൽപ്പന കർത്താവ് തന്നിട്ടുണ്ട്. അത് ക്ഷമയുടെ കൽപ്പനയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു വിഷയം തടസ്സമായിട്ടൊക്കെ വന്നു എന്ന് വരാം. നമുക്ക് ക്ഷമ പറഞ്ഞാലും ക്ഷമിക്കാം. പിന്നെ ക്ഷമ പറഞ്ഞില്ലെങ്കിൽ ഏകപക്ഷീയമായിട്ടും ക്ഷമിക്കാം. അപ്പോൾ നമ്മുടെ കർത്താവ് നൽകിയ ഇവർ ചെയ്യുന്നതിനെന്ന് അറിയാക്കിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ളതാണ് നമ്മുടെ കർത്താവിന്റെ മാതൃക നാം ഉൾക്കൊള്ളുവാൻ ഇടയായിട്ട് തീർന്നാൽ ഏത് കുറ്റവും ക്ഷമിക്കാം. ഐകമത്യത്തോടെ പ്രാർത്ഥിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഭായോഗങ്ങൾ അതിൽ തന്നെ എത്രയോ മഹത്തരമാണ് എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഒരു റെഫറൻസ് കൂടെ എഴുതിയിട്ടുള്ളൂ. മർക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 25-26 വാക്യങ്ങൾ. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ ധാരാളം കഴിഞ്ഞ നാളുകളിൽ വായിക്കാനും ധ്യാനിക്കാനും ഒക്കെ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. നീ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ നിനക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. കൂടെ യോഗത്തിന് വന്നേക്കുന്ന ആളുടെ കാര്യമല്ല അവിടെ പറഞ്ഞേക്കണേ. പിന്നെ നീ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണല്ലോ. മനുഷ്യരോട് അവരുടെ പാപങ്ങളെ ക്ഷമിച്ചാൽ നിങ്ങളുടെ പാപങ്ങളെ സ്വർഗീയ പിതാവും ക്ഷമിക്കും. അവിടെ ആ മനുഷ്യരെന്ന് പറഞ്ഞിരിക്കുന്നത് വിശ്വാസികൾ മാത്രമല്ല. അപ്പോൾ ലോകത്തിൽ ആരോടും വഴക്കോ പിണക്കമോ ഇല്ലാതെ ഒരു ദൈവവൈതന്യം ജീവിക്കാൻ സാധിക്കുന്ന ഉന്നതമായ സാധ്യതയിലേക്കാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ ഓർപ്പിക്കട്ടെ, ഈ സ്നേഹവും ക്ഷമയും ഒക്കെ ഈ തുറക്കപ്പെട്ട വഴി നന്നായി പ്രയോജനപ്പെടുത്തുന്നവർക്ക് പ്രായോഗിക തലത്തിൽ ആസ്വദിക്കുവാനായിട്ട് സാധിക്കും. 1 യോഹന്നാൻ 3:16-17 വാക്യങ്ങൾ കൂടി നോട്ട് ചെയ്തിട്ടുള്ളൂ. അവിടെ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചതിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നുണ്ട്. അവൻ തന്റെ പ്രാണനെ നമുക്ക് വേണ്ടി തന്നാണ് നമ്മെ സ്നേഹിച്ചത്. എന്നിട്ട് നമുക്കവിടെ ഒരു കൽപ്പനയുണ്ടല്ലോ 16-ാം വാക്യത്തിൽ, നാമും സഹോദരന്മാർക്ക് വേണ്ടി തങ്ങളുടെ പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. 17-ാം വാക്യം കൂടെ നോട്ട് ചെയ്തിട്ടുള്ളൂ. അവിടെ നമുക്ക് കുറച്ചൊരു പ്രായോഗികത ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നു. 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിന്റെ സഹോദരൻ മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സരിവ് കാണിക്കാൻ ഞാൻ ദൈവസ്നേഹം എങ്ങനെ നിങ്ങളിൽ വസിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, സഭായോഗങ്ങളിൽ സ്നേഹവും സൽപ്രവൃത്തികൾക്കുള്ള ഉത്സാഹവും വർദ്ധിക്കുവാൻ ഇടയായിട്ട് തീരും എന്നുള്ളതായ വലിയ സത്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ഓർപ്പിക്കട്ടെ, നമ്മെ കർത്താവ് രാജകീയ പുരോഹിതവർഗമാക്കി തീർത്തപ്പോൾ വ്യക്തിപരമായി മാത്രമല്ല, കൂട്ടമായിട്ട് സഭയായിട്ട് ഇതിന്റെ അനുഗ്രഹം
ആസ്വദിക്കത്തക്കവണ്ണമുള്ളതായ വലിയ സാധ്യതയിലേക്കാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടിയുള്ള ഈ പദവി എത്രയോ ശ്രേഷ്ഠമാണ്. ഈ പദവിയുടെ പ്രായോഗികതയിൽ ജയാളികളായിട്ട് ജീവിക്കുവാൻ ദൈവാത്മാവ് നമുക്കേവർക്കും കൃപ നൽകട്ടെ. മൂന്നാമത്തെ പദവിയിലേക്ക് നാം വരികയാണ്. മൂന്നാമത്തെ പദവി എന്ന് പറഞ്ഞാട്ടെ, 1 പത്രോസ് 2:9 വാക്യത്തിൽ മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ വംശം. വിശുദ്ധ വംശം. അപ്പോൾ നാം ഈ കൃപയിലേക്ക് സുവിശേഷത്താൽ വന്നപ്പോൾ ദൈവമക്കളായ നമുക്ക് ലഭിച്ച വലിയൊരു പദവി അവിടെ വെളിപ്പെടുത്തുകയാണ്. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മെ ദൈവം വിശുദ്ധന്മാരാക്കി തീർത്തു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇത് അനേക വാക്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളതായൊരു സത്യമാണ്. ഇതിൽ ഒരു വാക്യം ഒന്ന് സാമ്പിളായിട്ട് പറയണമല്ലോ. ഒന്നുപോലെ 1-ന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് പോകാം എന്ന് കരുതുന്നു. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. പല ലേഖനങ്ങളുടെ തുടക്കത്തിലും ഈ സത്യം നമുക്ക് ആവർത്തിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വായിക്കാം. അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ ബന്ധപ്പെട്ട ശുദ്ധന്മാരുമായിട്ട് തന്നെ എഴുതുന്നത്. അപ്പോൾ അവിടെ ഒരു പേര് ദൈവമക്കളായ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ പേരെന്ന് പറഞ്ഞാട്ടെ, വിളിക്കപ്പെട്ട വിശുദ്ധന്മാരാണ് നാം. പ്രിയ ദൈവമക്കളെ, എത്രയോ ഉന്നതമായ പദവിയിലേക്കാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ വാക്യത്തിലെ ആ വാക്ക് ഇവിടെ ഒന്ന് ചേർത്ത് ഓർക്കാം. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്. അത്ഭുത പ്രകാശത്തിലേക്ക്. ഈ കൊരിന്ത്യര് പാപത്തിന്റെ കൂരിരുട്ടിൽ കിടന്ന ആളുകൾ ആയിരുന്നു. അത് നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ എത്രയോ സന്ദർഭങ്ങളിൽ അത് ഓർക്കാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കൂടെ കൂടെ ഓർക്കാറുള്ളതായൊരു വാക്യമാണ്. അതുകൊണ്ട് അങ്ങ് പറഞ്ഞു മാത്രം പോകാം. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ഇനി 10 കൂട്ടം പാപങ്ങളുടെ ലിസ്റ്റാണ് നമ്മൾ വായിക്കുന്നത്. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാമിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഞാൻ അടുത്ത വാചകം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാം. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. അപ്പോൾ ഇവരിൽ പലരും കൂരിരുട്ടിൽ, പാപത്തിന്റെ കൂരിരുട്ടിൽ കിടന്ന ആളുകളായിരുന്നു എന്നുള്ളതായ വലിയ സത്യം ഇവരെ ഓർപ്പിക്കുന്നു എന്നുള്ളത് നാം ഇവിടെ കാണുകയാണ്. ഇതിന്റെ പശ്ചാത്തലം ഒരു 2 വാക്യമാണ് പറയുന്നത്. ഈ വിശ്വാസികളോട് ഇവരുടെ പൂർവ്വകാലം ഇങ്ങനെയായിരുന്നെന്നും ഈ അവസ്ഥയിൽ നിന്നാണ് ഇവരെ അത്ഭുത പ്രകാശത്തിലേക്ക് വന്ന് വിശുദ്ധന്മാരായി തീർന്നതെന്നും അവരെ ഓർമ്മപ്പെടുത്തിയതിന് വളരെ പ്രധാനപ്പെട്ടതായൊരു കാരണമുണ്ട്. ആ കാരണം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രബലമായ 2 പാപങ്ങൾ കൊരിന്ത സഭയെ ബാധിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ 5-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും കാണുന്നുണ്ട്. 5-ാം അധ്യായത്തിലെ പാപം ഏതാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ 10 കൂട്ടം പാപങ്ങളിൽ പലതും ധാർമ്മികമായ പാപങ്ങളാണ്. ആ പാപത്തിൽ ഏറ്റവും ഗുരുതരമായ പാപത്തിൽ തുടരുന്ന ഒരു സഭാംഗത്തെയാണ് 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആ വാക്കുകൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ സഭയിൽ ഉണ്ടായിരുന്ന വളരെ ഗുരുതരമായ മറ്റൊരു വിഷയം എടുത്തു പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് തമ്മിൽ വ്യവഹാരങ്ങളുണ്ട്,
വ്യവഹാരങ്ങളുടെ തീർപ്പിന് വേണ്ടി അവർ അവിശ്വാസികളുടെ മുമ്പിൽ പോകുന്നു എന്നുള്ളത് പൗലോസ് എടുത്ത് പറയുകയാണ്. സാമ്പത്തികമായ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു, അത് വ്യവഹാരങ്ങളിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതായ കാര്യം അവിടെ എടുത്തു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവരുടെ ഈ പൂർവകാലം പൗലോസ് ഓർപ്പിക്കുന്നു. ഏറ്റവും ഗുരുതരമായ 2 മേഖലകളിൽ കൊരിന്ത് സഭ വീഴ്ചയുടെ വഴിയിലായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഇവിടെ ഒരു കാതലായ സത്യം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും ഗുരുതരമായി വീണുകിടക്കുന്നതായ വിശ്വാസികളെ പൗലോസ് അവർക്ക് ഒന്നാം നാളിൽ ലഭിച്ച ശുദ്ധീകരണത്തെ കുറിച്ച് ഓർമ്മിക്കുകയാണ്. എന്താണ് അതിന്റെ കാരണമെന്നറിയാമോ? ഒന്നാം നാളിൽ ലഭിച്ച ശുദ്ധീകരണത്തെ ഓർക്കേണ്ടതുപോലെ ഓർക്കുന്നവർക്ക് തുടർന്നുള്ള ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് സാധിക്കും. 2 ദിവസം 1:9 നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നൊരു വാക്യമാണ്. മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നുപോയി. ആ മറവി ഗുരുതരമായ വീഴ്ചയിലേക്ക് നയിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുക. ഞാൻ ഇന്ന് രാത്രി ഓർമ്മിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമുക്ക് ഓരോ ദിവസവും സാധിക്കുമെങ്കിൽ ദിവസത്തിൽ പലവട്ടവും നാം എവിടെയായിരുന്നു എന്നുള്ളത് ഓർക്കാൻ പറ്റണം. ഏത് സ്ഥാനത്തു നിന്നാണ് കർത്താവ് നമ്മെ ഈ കൃപയിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് ഓർക്കണം. നമ്മൾ അന്ധകാരത്തിലായിരുന്നു എന്നുള്ളതായ ആ ഓർമ്മ സൂക്ഷിക്കാൻ കഴിയുന്നവർക്ക് നാം വന്നിട്ടുള്ള അത്ഭുത പ്രകാശത്തിന്റെ മഹത്വം ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പൗലോസ് ഇവിടെ ഈ 2 ഗുരുതരമായ പാപങ്ങളുടെ വിശദീകരണം പറഞ്ഞിട്ട് നിങ്ങൾ എത്ര മോശമായി കിടന്ന ആളുകളായിരുന്നു എന്നുള്ളത് ഓർപ്പിക്കുക. സുവിശേഷം കേട്ടപ്പോൾ, ഈ സുവിശേഷം വിശ്വസിച്ചപ്പോൾ, യേശുക്രിസ്തുവിന്റെ ഈ നാമത്തെ കുറിച്ച് കേട്ടപ്പോൾ, ആ നാമത്താലും ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചു. നിങ്ങളെ സ്വർഗത്തിലെ ദൈവം വിശുദ്ധന്മാരാക്കി തീർത്തു. ദിവസത്തിൽ 1 വട്ടമൊന്നും ഇത് ഓർക്കണം കേട്ടോ. അത് ഓർക്കുന്നവർക്ക് അന്നത്തെ പകൽ പാപത്തിൽ വീഴാതെ തങ്ങളെ തന്നെ സൂക്ഷിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും. കാരണം നാം യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ നമുക്ക് ലഭിച്ചതായ ഈ വലിയ അനുഗ്രഹത്തെ കുറിച്ചുള്ളതായ ശരിയായ ഉൾക്കാഴ്ചയിലേക്ക് ഒരാൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ ഏറ്റവും വിനയപ്പെടും. കർത്താവ് കാണിച്ചതായ വലിയ കരുണയെ ഓർക്കും. കർത്താവിന്റെ ഉപമയുടെ വാക്ക് ഞാൻ പറയാം. 10,000 താലന്ത് ഇളച്ചു കിട്ടിയത് ഓർക്കും. അപ്പൊ അത് ഓർത്തിട്ട് പോകുന്ന ഒരാള് 100 വെള്ളിക്കാശ് കടപ്പെട്ട കൂട്ടുദാസിനെ കാണുമ്പോൾ തൊണ്ടയ്ക്ക് പിടിക്കാനായിട്ട് തോന്നുകയില്ല. ഇത് ഓർക്കാത്തവന് തോന്നും. കാരണം അത് ഉപമയിൽ കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ അവനോട് കരുണ കാണിച്ചത് അവൻ മറന്നല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, കൊരിന്തിലുള്ള വിശ്വാസികളെ അവരുടെ പൂർവ്വകാല അനുഭവത്തിലേക്കും അവർ സുവിശേഷം വിശ്വസിച്ച് വന്നപ്പോൾ അവർക്കുണ്ടായ അനുഭവത്തിലേക്കും ഈ ദൈവത്തിന്റെ ദാസൻ തിരിച്ചുവിടുവാൻ ഇടയായിട്ട് തീരുന്നത് വരുന്ന ദിവസങ്ങളിൽ അവർ എത്രയോ വിശുദ്ധരായിട്ട് ജീവിക്കുവാൻ കടപ്പെട്ടവരാണെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതിന് വേണ്ടിയാണ്. അതുകൊണ്ട് നമുക്കും ആ വലിയ ഉൾക്കാഴ്ച ഉൾക്കൊള്ളുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. 1:15-34 നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർക്കാറുണ്ട്. നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ. അടുത്ത വാചകം പറയാമോ? അടുത്ത വാക്ക് പറയാമോ? 1:15-34 നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ നമ്മെ കർത്താവ് വിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചു. പിന്നെ യേശു ക്രിസ്തുവിന്റെ നീതി നമ്മുടെ മേൽ കണക്കിടുവാൻ
ഇടയായിട്ട് തീർന്നു. അപ്പൊ ആ ഉൾക്കാഴ്ച ഒരാൾക്ക് കിട്ടിയാൽ അനീതിയുടെ വഴിയിൽ പോകാതെ ജീവിക്കത്തക്കവണ്ണോ ആ ഉൾക്കാഴ്ച നമ്മെ സഹായിക്കും എന്നുള്ള സാരമായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും അന്ധകാരത്തിൽ നിന്നാണ് കൊരിന്ത്യര് ഈ അത്ഭുത പ്രകാശത്തിലേക്ക് വരുവാൻ ഇടയായിട്ട് തീർന്നത്. ആ വന്നതിന്റെ വഴി ഈ കൊരിന്ത്യരെ പ്രവർത്തനത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന പ്രവൃത്തികൾ 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അത് ഒരു വാക്യം ഒന്ന് വായിച്ചു പോകാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വാക്യമാണത്. 18-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തില് ഇവരെങ്ങനെയാണ് ഈ അത്ഭുത പ്രകാശത്തിലേക്ക് വന്നത് എന്നുള്ളത് അവിടെ എടുത്തു പറയുന്നുണ്ട്. വായിച്ചാട്ടെ. അനുപ്രമാണിയായ ക്രിസ്മസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകം വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു. അപ്പോൾ അവിടെ നാം കാണുന്നൊരു കാര്യം, ഇവര് വചനം കേട്ടു, ആ വചനം അവർ വിശ്വസിച്ചു. ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ വചനം കേട്ടു, ആ വചനം നമ്മൾ വിശ്വസിക്കുവാനോ അനുസരിക്കുവാനോ ഇടയായിട്ട് തീർന്നു. ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഒരു ദൈവ പൈതൽ വചനം കേൾക്കുന്നു, ആ വചനം അതുപോലെ ഉൾക്കൊള്ളുവാൻ ഇടയായിട്ട് തീരുന്നത് വചനത്തിന്റെ വലിയ രൂപാന്തരം നമ്മിൽ സംഭവിക്കുന്നതിന് മുഖാന്തരമായിട്ട് തീരുന്നതാണ്. ഇവിടെ ഈ അന്ധകാരത്തിൽ കിടന്ന കൊരിന്ത്യര് വചനം കേട്ട, വചനം അനുസരിച്ചപ്പോൾ അത്ഭുത പ്രകാശത്തിലേക്ക് വരാനിടയായിട്ട് തീർന്നു. അതിന്റെ 2 തലം ഞാനൊന്ന് സൂചിപ്പിക്കാം. അവർ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ കർത്താവ് യോഹന്നാൻ 8:12 പറഞ്ഞതുപോലെ യേശുക്രിസ്തു ആകുന്ന വെളിച്ചത്തെ അനുഗമിക്കാനായിട്ട് തുടങ്ങി. യോഹന്നാൻ 8:12 നമുക്കറിയാമല്ലോ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. 2ാം ഭാഗമുണ്ട്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആണ്. പ്രിയപ്പെട്ടവരെ, ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കുമ്പോൾ ഈ ഗുരുതരമായ പാപങ്ങളെയെല്ലാം വിട്ട് ജീവന്റെ വെളിച്ചത്തിൽ നടക്കാനായിട്ട് ആരംഭിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തൊരു വാക്യം ഞാൻ പിന്നെയും ചേർത്ത് പറയുകയാണ്. ഫിലിപ്പ് 2:14-15 വാക്യങ്ങൾ. വക്രതയും കോട്ടവും ഉള്ള ഈ തലമുറയിൽ ദൈവമക്കൾ ജീവിക്കുമ്പോൾ അവർക്ക് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാം. അതിന്റെ വഴി എന്താ വാക്യത്തിൽ പറഞ്ഞു? അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രവർത്തിച്ചിട്ടുണ്ട്. വചനം കേട്ട് ചെയ്യുന്ന ബുദ്ധിമാൻ, അതാണ് നമ്മുടെ പഠന വിഷയം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഒരാൾ കേട്ട് അതനുസരിച്ച് ജീവിക്കാൻ ഇടയായിട്ട് തീരുന്നത് എത്രയോ ഉന്നതമായ മഹത്തരമായ സാക്ഷ്യത്തിന് മുഖാന്തരമായിട്ട് തീരും എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പൊ നാം വിശുദ്ധന്മാരാണ്. പക്ഷെ ഇവിടെ ഈ വാക്യത്തിലെ പ്രയോഗത്തിന് ഒരു കുറച്ചുകൂടി വ്യാപ്തി ഉണ്ട്. നാം വിശുദ്ധന്മാരാണെന്നല്ല അവിടെ പറഞ്ഞത്. പിന്നെ വിശുദ്ധ വംശമാണ് എന്ന് പറഞ്ഞാൽ അതിലുള്ളൊരു ബഹുവചന സത്യം നമുക്ക് ആ പ്രയോഗത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നു. നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെടുമ്പോൾ വിശുദ്ധന്മാരായി തീരുകയാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. അപ്പൊ ആ സഭയ്ക്ക് എന്തും പറയാം, വിശുദ്ധന്മാരുടെ കൂട്ടമാണ് സഭ. 2 റെഫറൻസ് എഴുതിയിട്ടാ മതി, അത് നമുക്ക് നല്ല പരിചയമാണ്. നമ്മുടെ സഭയെക്കുറിച്ചുള്ള പുസ്തകത്തിൽ ആ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായത്തിന് 32-ാമത്തെ വാക്യത്തില് പത്രോസ് എല്ലായിടവും സഞ്ചരിക്കുകയും ലുദ്ദയിൽ പാർക്കുന്ന, അടുത്ത വാക്യമാണ്, വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ സ്ഥലത്തുള്ള ബന്ധനൊക്കെ ചേർത്ത് ഓർക്കേണ്ടതാണ്. കീഴത്ത് പാർക്കുന്ന വിശുദ്ധന്മാര്, മണ്ണൂരിൽ പാർക്കുന്ന
വിശുദ്ധന്മാര്. അപ്പോൾ ആ ബഹുവചന സ്വഭാവത്തിൽ അതിന്റെ മഹത്വം നമുക്ക് ഏറെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. എബ്രായർ 3:1 വാക്യം എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമല്ലേ? ഓർക്കണ്ടോ? അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നാം രക്ഷിക്കപ്പെട്ടു, കൃപയിലേക്ക് വന്നു, രക്ഷിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടം എന്ന നിലയിൽ നാം വിശുദ്ധ വംശമായി തീർന്നിരിക്കുന്നു എന്നുള്ളതായ അനുഗ്രഹീതമായ സത്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മെ മനോഹരമായി പഠിപ്പിക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. ഈ വംശം എന്നൊക്കെയുള്ളതായ പ്രയോഗം ഒരു കുടുംബപരമായ സത്യവും നമ്മെ അനുസ്മരിപ്പിക്കുന്ന വാക്കായിട്ടാണല്ലോ ഇരിക്കുന്നത്. ബൈബിളിൽ കാണുന്ന ആ ചരിത്രത്തിലുള്ള വംശാവലികൾ എന്നൊക്കെ ഉള്ളത് കുടുംബത്തിന്റെ ചരിത്രപരമായ ഒരു വെളിപ്പെടുത്തലായിട്ടാണല്ലോ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെയും, കുടുംബങ്ങളായിട്ട് നാം കഴിഞ്ഞ ദിവസത്തിൽ വിശദമായിട്ട് ഓർത്തതുപോലെ ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് ഈ ഉന്നതമായ കൃപയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എത്രയോ വലിയ ഉദ്ദേശത്തോടു കൂടിയാണെന്നുള്ളത് നമ്മൾ ഓർക്കാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. അതിനെ ആവർത്തിക്കേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശമൊക്കെ ഉൽപ്പത്തി 18-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ നിന്ന് നാം വളരെ അടുത്ത ദിവസങ്ങളിൽ ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നതാണ്. അപ്പോൾ നമ്മെ വിശുദ്ധ വംശമായി തീർത്തു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. വളരെ സുപരിതമായൊരു വാക്യം കൂടെ ഞാൻ ചേർത്ത് പറഞ്ഞ് ഈ ഭാഗം ഉപസംഹരിക്കാം എന്ന് കരുതുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ ഈ സത്യത്തിന്റെ മനോഹരമായൊരു വെളിപ്പെടുത്തൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരും സഹോദരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും പറഞ്ഞു. അപ്പൊ എന്ത് മനോഹരമായിട്ടാണ് ആ സത്യം പറഞ്ഞിരിക്കുന്നത്. നാം ആരുടെ ഭവനക്കാരാണ്? ദൈവത്തിന്റെ ഭവനക്കാരാണ്. നമ്മൾ ഈ വാക്ക് വായിക്കുമ്പോഴൊക്കെ ഓർക്കണം, നമ്മൾ പിശാചിന്റെ മക്കളായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി വിശ്വാസത്താൽ കൈക്കൊള്ളുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നാം ദൈവത്തിന്റെ മക്കളായിട്ട് ജനിച്ചു. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന്റെ ഭവനക്കാരായിട്ട് തീർന്നു എന്നുള്ളതായ ആ വലിയ സത്യം എത്രയോ മനോഹരമായിട്ടാണ് ഇവിടെ ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ വിഷയവുമായുള്ള ബന്ധങ്ങളെ സൂചിപ്പിച്ച് ഞാൻ നിർത്താം എന്ന് ആഗ്രഹിക്കുകയാണ്. നാം ദൈവത്തിന്റെ ഭവനക്കാരായിട്ട് തീർന്നു. സ്വർഗീയ പിതാവ് നമ്മുടെ പിതാവായിട്ട് തീർന്നു. ഇനി നമ്മൾ മത്തായി 5:48 എന്ന് പറഞ്ഞാൽ മതി. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണനാകുക. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നാം വിശുദ്ധ വംശമായി തീർന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ പിതാവിന്റെ സൽഗുണങ്ങളോട് കൂടി ഈ ഭൂമിയിൽ ജീവിച്ച് സാക്ഷ്യം വഹിക്കാനുള്ള ഉന്നതമായ സാധ്യതയിലേക്കാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നതായ ഈ സ്ഥാനത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ആ മഹത്വത്തിന് അപമാനം വരുവാൻ ഇടയായിട്ട് തീരാതിരിക്കത്തക്കവണ്ണം വളരെ സൂക്ഷ്മതയോടെ ജീവിച്ച് സാക്ഷ്യം വഹിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. വെളിച്ചത്തിന്റെ ഫലം നമ്മൾ ഇവിടെ ചേർത്ത് പറഞ്ഞ് നിർത്തട്ടെ. ഞാൻ എന്താ വെളിച്ചത്തിന്റെ ഫലം? ആകയാൽ സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം വിശുദ്ധ വംശം
എന്ന നിലയിൽ എത്രയോ ഉന്നതമായ കൃപയിലേക്ക് കൊണ്ടുവരപ്പെട്ടവരാണെന്നുള്ളതായ സത്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ മനോഹരമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം ഈ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടവരാണെന്നുള്ളതായ സത്യം എല്ലാ അർത്ഥത്തിലും സൂക്ഷ്മതയോടുകൂടി സാക്ഷ്യപ്പെടുത്തി ജീവിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഈ വാക്കിന്റെ ഒരു പ്രയോഗങ്ങൾ നമുക്ക് ഓർക്കാനുമായിട്ടുമുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ഓർക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത പ്രയോഗം എന്താണ്? ഇതിനോട് നമ്മൾ ചിന്തിച്ചതിനോട് വളരെ ചേർന്നുള്ള പ്രയോഗമാണ്. നാം സ്വന്തം ജനമാണ്. ആരുടെ സ്വന്തം? കർത്താവിന്റെ സ്വന്തം. യേശുവൻ സ്വന്തം, ജ്ഞാനവൻ സ്വന്തം എന്ന് പറഞ്ഞ് ഒരു മനോഹരമായ പാട്ട് ഉണ്ട്. അതിനേക്കാൾ പ്രസിദ്ധമായൊരു പാട്ട് നമ്മൾ സാധാരണ പാടാറുണ്ട്. യേശുവൻ സ്വന്തം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്ര വലിയ പദവിയാണ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചപ്പോൾ ലഭിക്കാനിടയായിട്ട് തീർന്നിട്ടുള്ളത്. ലോകത്തിന്റെ വെളിച്ചമായവന്റെ സ്വന്തമായിട്ട് നമ്മൾ തീർന്നു. അപ്പോൾ നാം ഈ ലോകത്തിന്റെ വെളിച്ചമായി സാക്ഷ്യം വഹിക്കുവാൻ കടപ്പെട്ടവരായിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എത്രയോ മനോഹരമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം എന്ന് കർത്താവ് പറയുമ്പോൾ നാം കൊണ്ടുവരപ്പെട്ടിരിക്കുന്ന ഈ പദവിയെ കുറിച്ചുള്ളതായ വലിയ ഉൾക്കാഴ്ചയോടുകൂടി ഈ പദവിയുടെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് ഓരോ ദിവസവും ജീവിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടുകൂടി ഉറപ്പാക്കുവാൻ ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. കർത്താവിന്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തട്ടെ.